ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ കഥാ ദിവസം ഇന്ന് 17. ഇന്നത്തെ വിഷയം ഹനുമാനുമായുള്ള ആദ്യ സംഗമം, സുഗ്രീവ സൗഹൃദം, അഗ്നിസാക്ഷിയായുള്ള പ്രതിജ്ഞ. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്നലെ ജടായുവിന് ശ്രീരാമൻ സ്വന്തം കൈകൊണ്ട് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചതും കബന്ധന്റെ മോക്ഷവും ശബരിയുടെ അതുല്യ ഭക്തിയും നാം കേട്ടു. ഇന്ന് രാമായണത്തിലെ ഏറ്റവും മംഗളകരമായ ഒരു സംഭവമാണ് ശ്രീരാമനും ഹനുമാനും ആദ്യമായി കണ്ടുമുട്ടുന്ന പുണ്യനിമിഷം. ശബരിയുടെ അനുഗ്രഹം വാങ്ങി ശ്രീരാമനും ലക്ഷ്മണനും പമ്പാ സരോവരത്തിന്റെ തീരത്തെത്തി. അവിടെ പ്രകൃതി സൗന്ദര്യം സീതയെ ഓർത്ത് ശ്രീരാമന്റെ ഹൃദയം കൂടുതൽ വേദനിച്ചു. അവിടെ നിന്ന് അവർ ഋഷ്യമൂക പർവ്വതത്തിലേക്ക് നടന്നു. ആ പർവ്വതത്തിൽ സുഗ്രീവൻ തന്റെ മന്ത്രിമാരോടൊപ്പം ഒളിച്ചു താമസിക്കുകയായിരുന്നു. സഹോദരനായ വാലിയെ ഭയന്നായിരുന്നു ആ ജീവിതം. ദൂരെ നിന്ന് വില്ലും അമ്പും ധരിച്ച 2 തേജസ്സുറ്റ ഉള്ള യുവാക്കളെ കണ്ട സുഗ്രീവൻ ഭയപ്പെട്ടു. അവൻ തന്റെ വിശ്വസ്ത മന്ത്രിയായ ഹനുമാനോട് പറഞ്ഞു, ആരാണിവർ എന്ന് പോയി നോക്കി മനസ്സിലാക്കൂ. ഹനുമാൻ ഒരു ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ച് ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും അടുത്തെത്തി വിനയത്തോടെ ചോദിച്ചു, അങ്ങകൾ ആരാണ്? എന്തിനാണ് ഈ വനത്തിലെത്തിയിരിക്കുന്നത്? ഹനുമാന്റെ സംസാരം കേട്ട് ശ്രീരാമൻ അതിയായി സന്തോഷിച്ചു. അദ്ദേഹം ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, വേദങ്ങൾ നന്നായി പഠിച്ചവന് മാത്രമേ ഇത്രയും മധുരമായും തെറ്റില്ലാതെയും സംസാരിക്കാൻ കഴിയൂ. ഇവൻ അസാധാരണനായ ഒരാളാണ്. തുടർന്ന് ലക്ഷ്മണൻ തങ്ങളുടെ കഥ മുഴുവൻ ഹനുമാനോട് പറഞ്ഞു. ശ്രീരാമൻ ആരാണെന്ന് മനസ്സിലാക്കിയ നിമിഷം ഹനുമാൻ തന്റെ യഥാർത്ഥ വാനര രൂപം സ്വീകരിച്ചു. അദ്ദേഹം ശ്രീരാമന്റെ പാദങ്ങളിൽ വീണ് പ്രണാമം ചെയ്തു. പ്രഭോ, ഇത്രയും നാൾ അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് എന്റെ ജീവിതം സഫലമായി. ശ്രീരാമൻ സ്നേഹത്തോടെ ഹനുമാനെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. ആ ആലിംഗനം വെറുമൊരു കൂടിക്കാഴ്ചയല്ലായിരുന്നു, പരമാത്മാവും പരമഭക്തനും തമ്മിലുള്ള നിത്യബന്ധത്തിന്റെ പ്രകടനമായിരുന്നു അത്. ഹനുമാൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും തന്റെ തോളിലേറ്റി സുഗ്രീവന്റെ അടുത്തെത്തിച്ചു. സുഗ്രീവൻ വിനയത്തോടെ ശ്രീരാമനെ സ്വീകരിച്ചു. അഗ്നിയെ സാക്ഷിയാക്കി ഇരുവരും സൗഹൃദം സ്ഥാപിച്ചു. സുഗ്രീവൻ തന്റെ ദുഃഖം വിവരിച്ചു. എന്റെ സഹോദരൻ ബാലി എന്നെ രാജ്യത്ത് നിന്ന് പുറത്താക്കി, എന്റെ ഭാര്യയെയും തട്ടിയെടുത്തു. ശ്രീരാമൻ പറഞ്ഞു, സുഹൃത്തെ, നിന്റെ ദുഃഖം ഇനി എന്റെ ദുഃഖമാണ്. ഞാൻ നിനക്ക് നീതി നേടിത്തരും. തുടർന്ന് ശ്രീരാമൻ സീതയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ സുഗ്രീവൻ ഒരു പൊതി കൊണ്ടുവന്നു. പ്രഭോ, ഒരു രാക്ഷസൻ ഒരു സ്ത്രീയെ ആകാശത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ അവൾ താഴേക്കെറിഞ്ഞ ആഭരണങ്ങളാണിവ. അത് കണ്ട ശ്രീരാമന്റെ കണ്ണുകൾ നിറഞ്ഞു. ലക്ഷ്മണൻ പറഞ്ഞു, ചേട്ടാ, ഈ കാലിലെ നോപുരം മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. എല്ലാ ദിവസവും ഞാൻ അമ്മ സീതയുടെ പാദങ്ങളിൽ നമസ്കരിച്ചിരുന്നത് കൊണ്ടാണ്. ഈ വാക്കുകൾ ലക്ഷ്മണന്റെ വിനയവും സീതയോടുള്ള ബഹുമാനവും ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇന്നത്തെ കഥ 3 മഹത്തായ സന്ദേശങ്ങൾ നൽകുന്നു. 1. ഹനുമാൻ പഠിപ്പിക്കുന്നത് യഥാർത്ഥ ഭക്തിയും അടിസ്ഥാനവും വിനയവും സേവനവുമാണ്. 2. സുഗ്രീവൻ പഠിപ്പിക്കുന്നത് യഥാർത്ഥ സുഹൃത്ത് നമ്മുടെ ദുഃഖത്തിൽ കൂടെ നിൽക്കുന്നവനാണ്. 3. ശ്രീരാമൻ പഠിപ്പിക്കുന്നത് ഭക്തന്റെ സ്നേഹത്തിന് ദൈവം എപ്പോഴും മറുപടി നൽകും. ഹനുമാന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് രാമഭക്തിയാണ് ഏറ്റവും വലിയ ശക്തി. ഹേ ശ്രീരാമ, ഹനുമാനെ പോലെ അചഞ്ചലമായ ഭക്തിയും നിസ്വാർത്ഥമായ സേവനവും ഞങ്ങൾക്ക് നൽകണമേ. സുഗ്രീവനെ പോലെ നല്ല സുഹൃത്തുക്കളെ ലഭിക്കാനും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന മനസ്സ് നൽകണമേ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. നാളെ നമുക്ക് വലി സുഗ്രീവ യുദ്ധം
വാലിവധം, സുഗ്രീവന്റെ പട്ടാഭിഷേകം, അംഗദനെ യുവരാജാവായി നിയമിക്കൽ, ഇങ്ങനെയുള്ള കഥകൾ നമ്മൾക്ക് കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.